നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെ ഒന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ വന്നു. അതായത് മാർക്കറ്റ് ഒരു ബെയറിഷ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് വന്നു. ശരിക്കും ടെക്നിക്കലി നോക്കുകയായിരുന്നുവെങ്കിൽ മാർക്കറ്റ് ഒരു ബെയറിഷിലേക്ക് വരുന്ന രീതി തന്നെ കാണിച്ചിരുന്നു. തുടർച്ചയായിട്ട് 2 ദിവസവും ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ ആയിരുന്നു ഫോം ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഒരു ബെയറിഷ് ആണെന്ന് തോന്നിക്കുന്ന രീതിയാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. ഇത് മാത്രമല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളുടെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, പ്രത്യേകിച്ച് Q1 റിസൾട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ബഡ്ജറ്റ്, ഈ 2 കേസുകൾ കിടക്കുമ്പോൾ അവിടെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. Q1 റിസൾട്ട് എന്നാൽ മാർക്കറ്റിൽ നല്ല വെയിറ്റേജ് ഉള്ള കമ്പനിക്കൊക്കെ നല്ല റിസൾട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലേക്ക് വരികയും മോശം റിസൾട്ട് ആണെങ്കിൽ ശക്തമായി താഴേക്ക് വരികയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കാം, ഇവിടെ IT-യുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ TCS-ഉമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ Q1 റിസൾട്ട് വന്നിരുന്നു. പക്ഷെ Q1 റിസൾട്ടിൽ TCS-നെ സംബന്ധിച്ച് മികച്ച റിപ്പോർട്ടൊന്നുമല്ല, അല്ലെങ്കിൽ റിസൾട്ട് അല്ല വന്നത്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിസൾട്ട് എന്ന് പറയാം, എന്നാൽ മോശവുമല്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിസൾട്ട്. പക്ഷെ TCS അതിഗംഭീരമായിട്ട് മുകളിലേക്ക് കത്തിക്കയറി പോകുന്നതാണ് കാണുവാൻ സാധിച്ചത്. 6% മുകളിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്താണ് മാർക്കറ്റിൽ സാധാരണ കാണുന്നതെന്ന് വെച്ചാൽ, ഈ IT ഡിവിഷൻ പൊതുവേ ഡൗൺ ആയിരുന്നു, അല്ലെ? അതായത് പരമാവധി ഒരു സെല്ലിംഗ് രീതിയിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു IT ഡിവിഷൻ. പ്രത്യേകിച്ച് TCS ഒക്കെ നല്ല രീതിയിൽ താഴേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. ഇനി TCS-ന്റെ റിസൾട്ട് മോശമാണ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് വന്നു എന്ന് കാണുമ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, അത് പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും മാർക്കറ്റ് അതിശക്തമായി മുകളിലോട്ട് പോയതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇനി നേരെ മറിച്ച് വളരെ മോശം ഒരു റിപ്പോർട്ടാണ് വീണ്ടും വരുന്നത് എങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്നും അതിശക്തമായ ഒരു ഫോൾ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി ഒരു താഴ്ചയിൽ നിൽക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്നും എല്ലാവരും പ്രതീക്ഷിച്ചതും ഇതായതുകൊണ്ട് മാർക്കറ്റ് ഒരു വലിയ ഫോൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പോൾ ഈ ഒരു കാര്യം മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാവും മാർക്കറ്റിന്റെ ഒരു സ്വഭാവം ഏറെക്കുറെ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് Q1 റിസൾട്ടിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് നേരെ ഈ ഒരു അടുത്ത ആഴ്ചയിൽ പ്രധാനപ്പെട്ട ചില ഇവന്റ് കൂടി ഓടിച്ചിട്ടൊന്ന് നോക്കാം. അതായത് പ്രധാനപ്പെട്ട ഇവന്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ഇനി വരാൻ പോകുന്ന Q1 റിസൾട്ട് ആരുടെയൊക്കെയാണ്. ഇനി അടുത്ത നിഫ്റ്റി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനി ആയിട്ടുള്ള ഇൻഫോസിസിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാം. ബുധനാഴ്ചയാണ് നമ്മുടെ ഇൻഫോസിസിന്റെ റിസൾട്ട് വരുന്നത്. ആ ബുധനാഴ്ച വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ബുധനാഴ്ച എന്നത് നമ്മുടെ മാർക്കറ്റ് ഹോളിഡേ ആണ്, മുഹറം പ്രമാണിച്ച് ഹോളിഡേ കൂടിയാണ്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. മാർക്കറ്റിൽ ഇൻഫോസിസ് ഒക്കെ ഇപ്പോൾ TCS എങ്ങനെ മൂവ് ചെയ്തോ അതേ രീതിയിൽ തന്നെ ഒരു പക്ഷേ മൂവ് ചെയ്യാം, ഒരു പക്ഷേ മൂവ് ചെയ്യാതെ ഇരിക്കാം. കാരണം TCS-ന്റെ മൂവ്മെന്റിൽ ഇൻഫോസിസ് ഓൾറെഡി 3% ആ ഒരു റേഞ്ചിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ പെട്ടെന്നുള്ള റിസൾട്ടുകൾ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നീട് മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ HDFC ബാങ്ക്, റിലയൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു Q1 റിസൾട്ട് കൂടി നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഇരിക്കണം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയാൻ നാളെ, അതായത് തിങ്കളാഴ്ച ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വലിയ ഇവന്റ് എന്ന് പറയുവാനുള്ള ഇവന്റുകളൊന്നും പ്രത്യേകിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ നമ്മളുടെ മുന്നിലുള്ളത് ഈ പറയുന്ന Q1 റിസൾട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 23-ാം തീയതി വരുന്ന നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റ് ആണ്. അത് ഏറ്റവും വലിയൊരു ഇവന്റ് തന്നെയാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. നേരെ നമുക്ക് നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ മാർക്കറ്റ് തുടർച്ചയായിട്ട്, അതായത് ഒരു 24,000-നും 24,500 എന്ന റേഞ്ചിനടുത്തേക്ക് ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു, അല്ലേ? അപ്പൊ ആ ഒരു റേഞ്ചിനകത്താണ് മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് നിന്നത്. അതിന് മുന്നേ എങ്ങനെയായിരുന്നു? അതിന് മുന്നേ 23,500-നും അതുപോലെ തന്നെ 24,000 എന്ന ആ ഒരു റേഞ്ചിനടുത്തായിരുന്നു മാർക്കറ്റ് നിന്നെങ്കിൽ അതിനുശേഷം അടുത്ത റേഞ്ചിലേക്ക് അത് കയറി ആ ഒരു 24,500 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നത് കാണുവാൻ സാധിച്ചു. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് സാധ്യത? ഒന്നുകിൽ താഴേക്ക് ഒരു കറക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന 24,500 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുക എന്നതായിരുന്നു. തീർച്ചയായിട്ടും 24,500 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് എവിടെയാണ്? 24,500-ന് മുകളിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റ് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം എന്നത്, നമ്മൾ എപ്പോഴും ബുള്ളിഷ് എന്നും ബെയറിഷ് എന്നും പറയുമ്പോൾ Q1 റിസൾട്ടുകളുടെ ആ ഒരു സ്വഭാവം എന്തായിരിക്കും എന്നതനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുൾ മൊമെന്റം കാഴ്ചവെച്ച് നിന്നുവെങ്കിൽ തന്നെയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ റിലയൻസും HDFC ഒക്കെ വളരെ മോശപ്പെട്ട റിസൾട്ടാണ് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കറക്ഷൻ താഴേക്ക് നടക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും ടെക്നിക്കലി കൂടുതലും Q1 റിസൾട്ടുകൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് ഇതുപോലുള്ള ഇവന്റുകൾ നടക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഒരു ബുൾ മൊമെന്റത്തിൽ തന്നെ മാർക്കറ്റ് തിരിച്ചു വന്ന് നിൽക്കുന്നു IT സെക്ടറിന്റെ ഒരു ബലത്തിൽ എന്ന് പറയാൻ സാധിക്കും. നമ്മൾ ടെക്നിക്കലി വീക്ക്ലി ചാർട്ട് എടുത്തു നോക്കിയാലും വലിയ കുഴപ്പമില്ലാത്ത ഒരവസ്ഥയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നത്. ബുൾ മൊമെന്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അത് മന്ത്ലിയിലേക്ക് പോയി കഴിഞ്ഞാലും
നല്ലൊരു ബുൾ മൊമെന്റത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ടെക്നിക്കലി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പിന്നെ ലോക മാർക്കറ്റിന്റെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാലും അവിടെയും വലിയ വിഷയങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. പോസിറ്റീവായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നേരെ ഇവിടെ യൂറോപ്യൻ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം ഇവിടെ പോസിറ്റീവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്, അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോസിറ്റീവ് തന്നെ പോകുന്നു. ഓസ്ട്രേലിയൻ മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം വെള്ളിയാഴ്ച ട്രേഡ് ചെയ്ത് അവസാനിപ്പിച്ച് അമേരിക്കൻ മാർക്കറ്റ് എടുത്ത് നോക്കിയാലും നല്ല പോസിറ്റീവിൽ തന്നെയാണ് അതും പോകുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഒരു 60-70 പോയിന്റിന്റെ ഹൈ ക്രിയേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നാളെ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കാൻ മാർക്കറ്റിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലി ന്യൂസ് ബേസിലും കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ Q1 റിസൾട്ടുകൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം. ശരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊരു 1 hour ചാർട്ടിലേക്ക് കൊണ്ടുവരിക. 1 hour ചാർട്ടിലേക്ക് വരുമ്പോൾ നോക്കൂ, നിഫ്റ്റിയെ സംബന്ധിച്ച് 1 hour ചാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് മൂവ് ചെയ്തിരുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ. ആ ഒരു മാർക്കറ്റ് നമ്മളുടെ 1 hour ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഈ റേഞ്ച് ഒക്കെ ശക്തമായിട്ട് തന്നെ ഒരു മൊമെന്റത്തിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി 24,500 മുകളിൽ പോയി ക്ലോസ് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ബുൾ മൊമെന്റം മാർക്കറ്റിൽ നിൽക്കുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. ഒരു ബെയറിഷ് രീതിയിൽ നിന്ന് ഒരു ബുള്ളിഷിലേക്ക് തന്നെ IT സെക്ടർ നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള സെക്ടേഴ്സിന്റെ ഒക്കെ ഒരു പ്രകടനം അല്ലെങ്കിൽ Q1 റിസൾട്ട് എങ്ങനെയാവും എന്നത് ഇനി മുന്നോട്ടുള്ള നിഫ്റ്റിയുടെ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ലോങ് ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും നോക്കൂ, ഒരു ബുൾ മൊമെന്റത്തിൽ നിൽക്കുന്ന മാർക്കറ്റ് ആണ് എങ്കിൽ തന്നെയും അടുത്ത സമയത്തായിട്ട് ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബുൾ മൊമെന്റം എന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ശരിക്കും കുറച്ച് ആഴ്ചകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിനകത്ത് നിന്ന് കളിക്കുന്ന ഒരു മാർക്കറ്റാണ്. ശരിക്കും ഒരു കൺസോൾട്ടേഷൻ രീതിയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്നത് HDFC ബാങ്കിന്റെ Q1 റിസൾട്ട് എങ്ങനെയാവും എന്നതിനനുസരിച്ചിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ്. ഒരു പക്ഷേ നല്ല റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ശക്തമായി മുകളിലേക്ക് പോകാം, ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാം. അതല്ല വളരെ മോശപ്പെട്ട റിസൾട്ട് ആണ് എങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് ഒരു കറക്ഷനുള്ള സാധ്യതയും കൂടുതലാണ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മളുടെ മാർക്കറ്റ് നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഇനി അതല്ല ഗ്ലോബൽ മാർക്കറ്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ ഒരു ബുൾ മൊമെന്റത്തിൽ ഒരു എവർ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പുതിയ തലങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവും. ഒരു കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നില്ല എങ്കിലോ ശരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്നാൽ ഇപ്പോൾ താഴേക്ക് വരുന്നതനുസരിച്ച് മ്യൂച്വൽ ഫണ്ടും മറ്റുമൊക്കെ നല്ല രീതിയിൽ ബൈ ചെയ്ത് മുകളിലേക്ക് കയറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ പൊതുവെ കാണുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കറക്ഷനുള്ള സാധ്യത പലപ്പോഴും മാർക്കറ്റിനെ തടഞ്ഞു നിർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് പലപ്പോഴും മാർക്കറ്റിന്റെ സ്വഭാവം എങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഒരു കൺസോൾട്ടേഷൻ. അത് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ താഴെ നിന്നൊരു ബൈയിങ് വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷനിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതും മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും FIS ശക്തമായ രീതിയിലുള്ള ഒരു ബൈയിങ്ങിലേക്ക് FIA വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 4000 കോടിക്ക് മുകളിൽ അവർ ബൈ ചെയ്തായിട്ട് കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, ഇവിടെ 1651 കോടിക്ക് മാത്രമാണ് DIs ഇവിടെ സെല്ലും ചെയ്തിട്ടുള്ളത്. അവർ ബൈ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ടിലേക്ക് തന്നെ ബൈ ചെയ്യുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നു FISന്റെ ഭാഗത്തുനിന്ന് ശക്തമായി ബൈങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തീർച്ചയായിട്ടും മുകളിലോട്ട് നീങ്ങുമെന്നതിന് ഉദാഹരണമാണ് വെള്ളിയാഴ്ചത്തെ നമ്മളുടെ മാർക്കറ്റ്. ഇനി നമുക്ക് ഓപ്ഷനിൽ എന്താണ് FIS ചെയ്തിരിക്കുന്നത് എന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം. അതായത് കോൾ അവര് ബൈ ചെയ്തേക്കുന്ന 27,000 സംതിങ്ങിനാണ് എങ്കിൽ പുട്ട് അവര് സെല് ചെയ്ത്, പ്രത്യേകിച്ച് അവർ ഓപ്ഷനിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടെന്ന് പറയാം. ഇനി നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോ ഇവിടെ കോൾ ബൈ ചെയ്തേക്കുന്ന ഒരു 3 lakhിനടുത്ത് കോൾ ബൈ ചെയ്തേക്കുന്നു. മാർക്കറ്റ് ബുള്ളിഷ് ആണ്. പുട്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമേ 81,000 സംതിങ് മാത്രമേ ഉള്ളൂ അവർ പുട്ട് ബൈ ചെയ്തിട്ടുള്ളത്. നല്ല ബുള്ളിഷിലേക്ക് തന്നെ പ്രോ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നു. ക്ലയന്റിലെ കേസിലേക്ക് വന്നാലോ, ക്ലയന്റ് ഇവിടെ ടൈറ്റ് റേഞ്ചിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് ഇവിടെ മാർക്കറ്റ് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ എങ്ങോട്ട് വരാം, നമുക്ക് നേരെ OA ബിൽഡപ്പിലേക്ക് തന്നെ പോകാം. നമുക്ക് OA ബിൽഡപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ധാരണ കിട്ടും. നോക്കൂ, OA ബിൽഡപ്പിൽ ഓവറോൾ OA ബിൽഡപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 24,500 ഇവിടെ ഒരു സ്ട്രാഡിൽ അതായത് കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും ഒരുപോലെ തന്നെ നിൽക്കുന്നു. അതായത് ഒരു സ്ട്രാഡിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതായത് ഈ ഒരു 24,500 എന്ന റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു അറൗണ്ട് ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഈ ആഴ്ച നിൽക്കും എന്ന രീതിയിലാണ് ഇവിടെ OA ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം ഇവിടെ നിങ്ങൾ നോക്കട്ടെ, എന്താണ് കോൾ സെല്ലേഴ്സിന്റെ ഒരു ആധിക്യം ഇവിടെ വളരെ കുറവാണ്. ആകെ കോൾ സെല്ലേഴ്സ് ഉള്ളത് 25,000 മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പുട്ട് സെല്ലേഴ്സോ
ഇവിടെ 24,500 മുതൽ 24,400, 24,300 നല്ല പുട്ട് സെല്ലേഴ്സ് ഉള്ളതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ നമുക്ക് അവസാന ദിവസം സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നോക്കൂ, ഇവിടെ കോൾ സെല്ലേഴ്സ് നല്ല രീതിയിൽ അൺവൈൻഡിങ് ആയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പുട്ട് സെല്ലേഴ്സ് കൂടിയതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് നേരെ അവസാന ദിവസം OA ചേഞ്ചസ് എത്ര ഉണ്ടോ നോക്കാം. അതായത് 24,200, 24,300, 400, 500 എന്നെല്ലാം നല്ല രീതിയിലുള്ള കോൾ സെല്ലേഴ്സ് അൺവൈൻഡിങ് ആയപ്പോൾ പുട്ട് സെല്ലേഴ്സ് നല്ല രീതിയിൽ 24,500 വരെ നല്ല രീതിയിൽ കയറിയതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ബുൾ മൊമെന്റം മാർക്കറ്റിൽ നിലവിലുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇന്ത്യ വിക്സ് എന്നത് 1370 എന്ന കണ്ടീഷനിലുമാണ്. വിക്സിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു കുറവ് വന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത് മാർക്കറ്റിലെ ബുൾസിനെ സഹായിക്കുന്നതാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത ശേഷം നമ്മളുടെ ADR ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോസിസിന്റെ ADR ഒരു 3% ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിന്റെ കാര്യങ്ങൾ ഇത്രയാണ് സംസാരിക്കാനുള്ളത്. ഇത് മാത്രമല്ല, നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഈ ഒരു മലയാളത്തിലുള്ള ഈ ഒരു ഓപ്ഷൻ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലൊരു ആഴ്ചയാവട്ടെ, നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.